ബംഗളൂരുവിൽ വൻ ലഹരിമരുന്ന് വേട്ട 24 കോടി രൂപയുടെ MDMA-യുമായി നൈജീരിയൻ വനിത പിടിയിലായി. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നു. അരുൺ, എങ്ങനെയാണ് ഇവർ പിടിയിലായത്? ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി വൻതോതിൽ ഈ ബംഗളൂരു നഗരത്തിൽ ലഹരി മരുന്നുകൾ എത്തിച്ചിട്ടുണ്ടെന്ന വിവരം CCBക്ക് ലഭിച്ചിരുന്നു. സെൻട്രൽ ക്രൈം ബ്രാഞ്ചിന്റെ നർക്കോട്ടിക് വിഭാഗം ഇതേ തുടർന്ന് വ്യാപകമായിട്ടുള്ള റെയ്ഡുകളും പരിശോധനകളും നടത്തി വരുന്നതിനിടെയാണ് ഈ നൈജീരിയൻ വനിതകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ലഹരി മരുന്ന് എത്തിച്ച് വിൽപ്പന നടത്തുന്നുണ്ടെന്ന വിവരം ലഭിച്ചത്. ഇത് പുതുവത്സര ആഘോഷങ്ങൾക്കായി കരുതി വെച്ചിരുന്ന വൻതോതിലുള്ള ലഹരി മരുന്നാണ് നിലവിൽ CCB പിടികൂടിയിട്ടുള്ളത്. 12 കിലോ MDMA ആണ്. 24 കോടി രൂപ വിപണിയിൽ മൂല്യം വരും എന്നതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. നൈജീരിയൻ വനിതയാണ് ഇപ്പോൾ ഇതിൽ പിടികൂടിയിട്ടുള്ളത്. ഇവർ ലഹരിക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് എന്നാണ് പറയുന്നത്. ബംഗളൂരു കേന്ദ്രീകരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ, നമുക്കറിയാം കേരളത്തിലേക്ക് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ സിന്തറ്റിക് ലഹരി മരുന്നുകൾ എത്തിക്കുന്നത് ബംഗളൂരുവിൽ നിന്നാണ്. ഇതിന്റെ ഉൾപ്പെടെ കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് നിലവിൽ പിടിയിലായിട്ടുള്ളതെന്നാണ് സെൻട്രൽ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. ശരി അരുൺ, ക്രിസ്മസ് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് ബംഗളൂരുവിൽ 24 കോടി രൂപയുടെ MDMA-യുമായി നൈജീരിയൻ വനിത പിടിയിലായത്.